സംസ്ഥാനത്ത് കോളിളക്കമുണ്ടാക്കിയ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായി വാർത്തകൾ ഇടം പിടിച്ച അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് ആളൂർ. തൃശൂർ എരുമപ്പെട്ടി സ്വദേശിയാണ് ബിജു ആന്റണി എന്ന BA ആളൂർ. 2011 ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ വെച്ച് പീഡനത്തിനിരയായി ഷൊർണൂർ സ്വദേശിനി സൗമ്യ കൊല്ലപ്പെട്ട കേസിൽ പ്രതി ഗോവിന്ദചാമിക്ക് വേണ്ടി ഹാജരായാണ് ആളൂർ ആദ്യമായി മാധ്യമശ്രദ്ധ നേടിയത്. ഈ കേസിൽ ഗോവിന്ദചാമിയുടെ വധശിക്ഷ സുപ്രീംകോടതി ജീവപര്യന്തമായി ഇളവ് ചെയ്തിരുന്നു. തുടർന്ന് നിരവധി ക്രിമിനൽ കേസുകളിൽ ആളൂർ ഹാജരായി. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ പ്രതി അമറുൽ ഇസ്ലാമിനു വേണ്ടി ആളൂർ ഹാജരായി. അമറുൽ ഇസ്ലാം നിരപരാധിയാണെന്നും കുറ്റം ചെയ്തത് മറ്റാരോ ആണെന്നുമായിരുന്നു ആളൂരിന്റെ വാദം. കേരളത്തിൽ നിന്നും അസമിലെ ജയിലിലേക്ക് മാറ്റണമെന്ന അമറുലിന്റെ ഹർജിയിലും ആളൂരാണ് ഹാജരായത്. കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച കൂടത്തായി കൂട്ടക്കൊലപാതക കേസിലും പ്രതി ജോളിക്കായി ഹാജരായതും അഡ്വക്കേറ്റ് ആളൂർ തന്നെ. ഈ കേസിൽ ഹാജരായതിന് ഏറെ വിമർശനവും നേരിട്ടിരുന്നു. ഇലന്തൂർ നരബലി കേസിൽ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകനും ബണ്ടിച്ചോർ എന്ന കുപ്രസിദ്ധ കുറ്റവാളിക്ക് വേണ്ടി വാദിക്കാനും അഡ്വക്കേറ്റ് ആളൂർ കോടതിയിലെത്തി. ഡോക്ടർ വന്ദന കൊലക്കേസിലും പ്രതിഭാഗത്തിനായി വാദിക്കാൻ ആളൂർ ഹാജരായി. കേരളത്തിൽ ചാവേർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട ഭീകരൻ റിയാസ് അബൂബക്കറിനായും അഡ്വക്കേറ്റ് BA ആളൂർ എത്തി. നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ പൾസർ സുനിയുടെ കേസ് ആദ്യം ഏറ്റെടുക്കുമെന്ന് ആളൂർ പറഞ്ഞിരുന്നെങ്കിലും കേസിന്റെ വക്കാലത്ത് നിന്ന് ആളൂർ ഒഴിഞ്ഞുനിന്നു. സാധാരണ നിലയിൽ ഒരു വക്കീലും ഏറ്റെടുക്കാത്ത കേസ് പോലും അങ്ങോട്ട് പോയി ഏറ്റെടുത്ത് ശ്രദ്ധ നേടിയ അഭിഭാഷകനാണ്. ആലുവയിൽ 5 വയസ്സുകാരി ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതിക്കായി ഹാജരാകില്ലെന്നും കുട്ടിയുടെ കുടുംബത്തിനൊപ്പം നിൽക്കുമെന്നുമാണ് അന്ന് ആളൂർ പ്രസ്താവിച്ചത്. ആളൂർ അഭിഭാഷകനായി എൻറോൾ ചെയ്യുന്നത് 1999-ലാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.